കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അതെ കണ്ടോ, നല്ല എന്താ പറയാ കുക്ക് ഷെഫിനൊക്കെ പോലെ ഞങ്ങൾ ആദ്യം കുക്കിംഗ് ചാലഞ്ച് ചെയ്ത് ഞങ്ങളത് വിജയകരമായി അതെ വളരെ നന്നായി തന്നെ ഇവര് പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അത് എല്ലാവർക്കും ഒരേ ഡിഷ് ആയിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, ഓരോരുത്തരും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ആണ് ഓരോരുത്തരും ഉണ്ടാക്കേണ്ടത്. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള 3 ഡിഷുകളാണ് ഇന്ന് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താ തരുന്നത്. ടഫാക്കി കഴിഞ്ഞാൽ പേടിക്കൂല. പേടിക്കൂല. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് നമുക്ക് പറഞ്ഞെടുക്കാം. അപ്പൊ മേടിച്ചോളൂ ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ തരുന്ന 3 ലോട്ടിന്ന് ഓരോ ലോട്ട് സെലക്ട് ചെയ്യും. അതിൽ ഓരോന്നിലും ഓരോ ഡിഷിന്റെ പേരുണ്ടാവും. അതിന്റെ റെസിപ്പിയും ഞങ്ങൾ തരും. നിങ്ങൾക്ക് എങ്ങനെ കുക്ക് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് അറിയില്ലല്ലോ, പക്ഷേ റെസിപ്പി ഞങ്ങൾ തരും. തരികയാണ് അത് അങ്ങനെയെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യണം എന്ന് വേണ്ട റെസിപ്പി ബാക്കി പറയട്ടെ. അല്ല ഒരു മിനിറ്റ്, അപ്പൊ ഇവര് വിചാരിക്കും റെസിപ്പി നോക്കി ഉണ്ടാക്കിയാ മതി. അല്ല, അപ്പൊ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ 3 ഡിഷ് ലോട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്ന് ഓരോന്ന് നിങ്ങളുടെ ഭാഗ്യത്തിനനുസരിച്ച് നിങ്ങൾ ഓരോ ലോട്ട് വീതം എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ റെസിപ്പിയും തരും. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സാധനം നിങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തോന്നുന്ന ഒരു സമയത്ത് തോന്നിയ പോലെ ഞങ്ങൾ സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ലെഫ്റ്റിലേക്ക് സ്വാപ്പ് എന്ന് പറയും. അപ്പൊ സല്ലു ജുനുവിന്റെ സ്ഥലത്ത് നിൽക്കണം. അതായത് സല്ലു എന്താണോ ജുനു ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഫുഡാണ് പിന്നെ ഉണ്ടാക്കേണ്ടത്. ഫുഡ് എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ കുറച്ച് ടഫായി തോന്നുന്നുണ്ട്. അപ്പൊ ജുനുവിന്റെ സാധനം എന്താന്ന് അറിയാതെ ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയാതെ ബാക്കി ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വാപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നിന്നിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോയിട്ട് ഇവിടെ എന്ത് ഫുഡാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കിയിട്ട് ബാക്കി ഉണ്ടാക്കാം. ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കണം. അതിന് ഊഹിക്കാൻ മാത്രമുള്ള നോളജ് ഞങ്ങൾക്ക് ഇല്ലല്ലോ ഗൈസ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചലഞ്ച് തന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് നോളജ് വന്നു തുടങ്ങും. അപ്പൊ ഞങ്ങൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള 3 ഡിഷസ് ഇവിടെ ലോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിലുള്ളത് അതിന്റെ റെസിപ്പിയാണ് കേട്ടോ. അതെ, ഇത് ഓരോരുത്തർക്ക് കിട്ടുന്നതിനനുസരിച്ചിരിക്കും അവരെന്ത് ഉണ്ടാക്കണം എന്നുള്ളത്. നിങ്ങൾ ലോട്ട് ഇട്ടിട്ട് അവരവർ നോക്കുക, എന്താന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ക്യാമറയിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ പാടില്ല. ഡിഷ് എന്താണെന്നോ റെസിപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറരുത്, പോക്കറ്റിൽ വെച്ചോളൂ. അപ്പൊ നമുക്ക് ചാലഞ്ച് തുടങ്ങിയാലോ? അഥവാ ഡിഷ് എന്താ നിങ്ങൾ പറഞ്ഞു പോയാൽ പിന്നെ ബാക്കിയവർക്ക് ഉണ്ടാക്കേണ്ട എന്താന്ന് മനസ്സിലാവും കേട്ടോ. മനസ്സിലായില്ലേ? നിങ്ങൾ ക്ലിയർ ആയില്ലേ? ഇപ്പൊ എന്ത് തോന്നുന്നു? ടഫ് ആയിട്ട് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് ടഫാണ്. സല്ലിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു തോന്നുന്നു. കൊള്ളാല്ലേ? അപ്പൊ ഒരാള് വിചാരിച്ച ഡിഷ് ആയിരിക്കില്ല മറ്റേ ആള് വന്നിട്ട് അതിന്റെ മുകളിൽ പണിയുന്ന സമയത്ത് വേറൊരു താജ്മഹൽ പണിയുന്ന അവസ്ഥയായിരിക്കും. അവസാനം എപ്പോഴെങ്കിലും അവനവന്റെ ഡിഷിന്റെ മുന്നിൽ എത്തുമല്ലോ, അപ്പൊ അത് നന്നാക്കാൻ നോക്കണം. അതെ, മനസ്സിലായില്ലേ? അപ്പൊ അതിനെ ബെറ്റർ ആക്കി എടുക്കാൻ ശ്രമിക്കുക. എല്ലാരും ഞാൻ കോളാക്കുന്ന തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ലോട്ട്. ഞാൻ ലോട്ട് ഇടാൻ പോവാട്ടോ. ലോട്ട് കിട്ടിയാൽ അപ്പൊ തന്നെ ക്യാമറയിലേക്ക് കാണിക്കുക കേട്ടോ, വിളിച്ചു പറയരുത്. എടുത്തോളൂ. എടുക്കല്ലേ? നമുക്ക് നോക്കാലോ. വാവ്, അത് നമുക്ക് അറിയാലോ ഏതാത്. റെസിപ്പി തരാം. റെസിപ്പി ഇതിപ്പോ എങ്ങനെയാ ഉണ്ടാക്കണ്ടേ? അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി തരുമോ? അല്ല, ഏകദേശം ഒരു ഐഡിയ ഉള്ള സാധനങ്ങൾ ഉണ്ടാവും. അത് നോക്കിയിട്ട് യുക്തിപരമായിട്ട് ഇതൊക്കെ മോശമായി കഴിഞ്ഞാൽ വൻ മോശമായി കിട്ടോ? ഞാൻ കാണിച്ചു കൊടുക്കാം. എന്തൊക്കെ ഉണ്ടാക്കിട്ടോ? എടി ഇത് തിരിഞ്ഞിട്ടടി കാണുന്നത്. ഓക്കെ, ഞാനിവിടെ സൈഡിൽ എഴുതാം ഗൈസ്. റെസിപ്പി കാണിക്കണം. എന്താ വലിയൊരു റെസിപ്പി ഉണ്ട്. ഒളിഞ്ഞു നോക്കിയിട്ട് കേട്ടോ, പരസ്പരം ഡിസ്ക്വാളിഫൈ ചെയ്തോളൂ. ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടാക്കാത്ത സാധനം ഇന്നുണ്ടാക്കി പഠിക്കാലോ. ഇത് സാധനം മനസ്സിലാവണ്ടോ? അവന് നോക്കരുത്. എനിക്ക് കിട്ടിയിരുന്നത് അളിയെ ഞാൻ കാണും. ഇതാണ്. സാധനം മടക്കി പോക്കറ്റിൽ റെസിപ്പി ഇതാണ്. കോൺഫിഡന്റ് ആണോ താങ്കൾ? ഇതൊന്നും വിഷയമില്ല. ഒന്ന് പോയി നിന്നോളൂ. നമ്മൾ ചെയ്യും, പക്ഷേ പകുതിക്ക് ഹലോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി
മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 3 പേരും കൂടി ഈ ചാലഞ്ച് ഓരോ ഡിഷും കുളമാക്കാതെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കാം. അതെ. വ്യക്തിപരമായി ഓരോന്നും ചെയ്തിട്ട് അല്ലാതെ ഒരാൾ ജയിക്കാന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. പക്ഷെ ഞങ്ങള് ജയിച്ചിരിക്കും. നിങ്ങൾ എല്ലാരും അടിപൊളിയായിട്ടുണ്ടാക്കും. തുടങ്ങട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കരുത് കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഇവർക്കുള്ള സാധനങ്ങൾ മുന്നിൽ കൊടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളൂ. ഗൈസ് നമുക്ക് ഓരോരുത്തർക്കുള്ള സാധനം കൊടുക്കാം. ഇതിന്റെ മാത്രം എന്താ അത്ര വലുത്? അത് ഓരോരോ ഇതനുസരിച്ചിട്ടാണല്ലോ. ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ തുടങ്ങിയാലോ? തുടങ്ങാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആക്കി വെച്ചാൽ മതി. പിന്നെ വേറെ ആരെയും വന്ന് കണ്ടിന്യൂ ചെയ്യും. അതെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തില് ഇതില് പകുതി അതടിക്കും. ഇതില് ഏതിലിടാ? ആ അത് ഇതിൽ എഴുതിയില്ല. അത് യുക്തിപരമായി ചെയ്യുന്ന സാധനല്ലേ? ഓക്കേ, റെഡി അല്ലേ? Okay, done. സെറ്റ് അല്ലേ? Ready. കോൺഫിഡന്റ് അല്ലേ? Yes. ഓക്കേ, 3 2 1 ഗോ. എല്ലാരും അവരവർക്ക് തന്നിട്ടുള്ള പ്ലേറ്റുകൾ എടുത്തു നോക്കുക. അതിന് സാധനങ്ങൾ ഉണ്ടാവും. അവരവരെ ഏരിയയിലേക്ക് മാത്രം നോക്കുക. കൂടുതൽ ചുറ്റും തിരിഞ്ഞു കളിക്കാതിരിക്കുക. ആളെ കത്തിയെടുക്കട്ടെ. എടുത്തോളൂ. ഇതിപ്പോ വേണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഇതില്ലേ അരിമയോടെ ചെയ്യുന്നു. റെസിപ്പി തന്നിട്ടുണ്ടല്ലോ. അയ്യോ, എനിക്ക് കത്തി വേണമായിരുന്നു. എനിക്ക് തോന്നിയ കത്തി കൊടുത്തപ്പോഴേ റെസിപ്പി വീണ്ടും വീണ്ടും നോക്കാണ്. അങ്ങനെ തുടങ്ങണ്ടേ? ഇതിപ്പോ ഇപ്പൊ തന്നെ 10 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കിട്ടുന്നില്ല. അതെ, ഇതിൽ ഏതൊരു ഇൻഗ്രീഡിയന്റ് ഇതിലില്ല. ഇങ്ങോട്ട് വാ. ഉള്ള വെച്ചിട്ട് ഉള്ള വെച്ചിട്ട് പറ്റില്ല. എനിക്ക് ഇൻഗ്രീഡിയന്റ് ഇപ്പൊ തരേ ഇൻഗ്രീഡിയന്റ് കിട്ടില്ലേ? അതൊരു കത്തി തരുമോ? ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അളിയാ ഒരു മിനിറ്റ്. അളിയാ ഒരു മിനിറ്റ്. ഇപ്പൊ തരാം. സല്ലു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് കട്ട് ചെയ്തത്. അത് ലാസ്റ്റ് വീഡിയോക്ക് ശേഷം ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്. Professional ആയതല്ലേ? ലാസ്റ്റ് കുക്കിംഗ് കൈ ചാനൽ. ശ്രദ്ധിക്കുക എല്ലാവരും. ജുനുവിന് ഒന്നും ചെയ്യാൻ. ഈ കത്തി നിർബന്ധ. അതെ. സോറി, ഇവിടെ 2 കത്തി ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ഞാൻ ഉള്ളി അരിഞ്ഞു. മതി. അതൊരു അടിപൊളിയായിട്ടുള്ള മൂവ്മെന്റ് തന്നെ ജുൻക. അല്ലേ? അടുത്ത പണി തീർക്കാറോ? അതെ. അതെങ്ങനെ തീർക്കും? ഇവർക്ക് എത്ര പ്രാവശ്യം റെസിപ്പി നോക്കുന്നു? ഈശ്വരാ, കത്തി കഴിഞ്ഞെ അതും കഴിഞ്ഞു തോന്നുന്നില്ല. അടുത്തോ Okay. Okay guys, swap. വേഗം പോ, സോഫിയ. ഇപ്പം പോയിട്ട് എന്ത് ചെയ്യാനാ? അളിയാ കത്തി എടുത്തോ. ആവശ്യമുണ്ട്. വേഗം പോയി നിക്ക്. നല്ല രസം. ഇതെന്താന്ന് പോലും അറിയാതെ ഓരോരുത്തരും ഓരോ സൈഡ്. ഇഞ്ചി ഉണ്ട് ഇവിടെ. ഇഞ്ചി കഴുത്താക്കാം. എന്തെങ്കിലും ചെയ്യണം, വെറുതെ നിക്കാൻ പാടില്ല. ഇതില് നോക്കി എന്താ ഐഡിയ ഇട്ടു. സ്വന്തം റെസിപ്പി നോക്കിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു ഐഡിയ ഇട്ടു ഫാസ്റ്റ് ആയിട്ട് ഇഞ്ചിന്റെ തോല് കളഞ്ഞോണ്ടിരിക്കുക. ഓക്കെ, അമലയുടെ പ്ലേറ്റുകൾ നീക്കി അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. വിരലിന്റെ തൊലി ഇപ്പൊ പോവും. കത്തിന്റെ പ്രശ്നം കഴിഞ്ഞു ഗൈസ്. ആ റെസിപ്പിക്ക് ഞാൻ അങ്ങോട്ട് എത്തിക്ക് അറിയില്ലെന്നു. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. ഓക്കെ. ഇങ്ങനെ എത്ര എണ്ണം വരാണ്ട്? ഞങ്ങൾക്ക് തോന്നിയ പോലെ ഇരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ വരെ അത് ഉള്ളിൽ വെക്കുക. അതെ, അയ്യോ, ഇഞ്ചി തെറ്റിച്ചിട്ട് ഇഞ്ചി ഇല്ലല്ലോ. ഇഞ്ചി കഴുകൊക്കെ വേണം കേട്ടോ. അളിയാ ഇഞ്ചി മുറിക്കാൻ എനിക്ക് അറിയില്ല. കറക്റ്റ് സമയത്താണ് പറയുന്നത്. Swap. ഒരു ഇഞ്ചി മുറിച്ചിട്ടല്ലേ ഉള്ളൂ. അത് സാരില്ല. നിങ്ങൾക്ക് അവിടെ പണി തീർത്തിട്ടേ പോണുള്ളൂ. കത്തി സല്ല് പാവം ഓന്റെ തുടങ്ങി രണ്ടാമത്തെ എന്ത് ചെയ്യണം പോലും അറിയാതെ. ഇതെന്താടാ? ഓ, എന്ത് പറ്റിയ മലാട്ടാ? ഇതിനെ കൊണ്ട് എന്താ ചെയ്യണ്ടേ? വേഗം ചെയ്യ, സമയമില്ല. ആലോചിക്ക്, ബാക്കി ഇഞ്ചി കൂടി നന്നാക്കിയോ. ഇല്ല, സല്ലു ചെയ്തുകൊണ്ട് അറിയുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് സാധനം എന്താന്ന് ഏകദേശം മനസ്സിലായി. ആണോ? അത് പഴയെടുക്ക്. പക്ഷെ എന്താ എങ്ങനെ ചെയ്യേണ്ടത് എനിക്കറിയില്ല. എവിടെ തുടങ്ങാന്ന് മനസ്സിലാവില്ല. റെസിപ്പി അവലെടുത്തല്ലേ. ഞാൻ തുടങ്ങട്ടെ അങ്ങോട്ട്. നിനക്കാക്ക് എന്താ മനസ്സിലായോ? ചെറിയ രീതിയിലൊക്കെ റെസിപ്പി ഇപ്പൊ കൊള്ളാം. സല്ലോ
അവരെങ്ങനെ പലതും പറയും ഇതിനെ കൊണ്ട് പറ്റൂല. അതെ തളരരുതടാ. ഇതെങ്ങനെ ഉണ്ടാക്കുക? ഇതൊക്കെ കാണുന്നുണ്ടോ തോന്നുന്നുണ്ട്, ചെയ്ത് നോക്കാം. നല്ലപോലെ ചെയ്യണമെന്ന് വിചാരിച്ചു തുടങ്ങിയ ഒരു സാധനമാണത്. ഇത് ഓണാവുന്നില്ല. ഇവിടെ ഓണാക്കിയില്ലേ? ആ ഇനി ഓക്കെ. ടെമ്പറേച്ചർ കൂട്ടാം. എത്ര ടെമ്പറേച്ചർ ഇടണോ? 900? അയ്യോ അത് മാക്സിമം 16 വരെ പോകും. ഓക്കെ 16. ഓക്കെ ഓക്കെ. 16 അതിന്റെ താഴേക്ക് ഉള്ളി അരിയാൻ വേണ്ടി പിച്ച് പറിച്ചിട്ട് ഉള്ളി ഒന്നായിട്ട് മറ്റേ ഫ്ലവർ കാൽക്കുലേഷൻസ്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ ഞാൻ വിചാരിക്കുന്ന സാധനമാണ് ഇത്ര ക്വാണ്ടിറ്റി ഒന്നുമില്ലല്ലോ, ആവുമ്പോൾ അതൊക്കെ പറ്റും. അനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ട് എന്റെ റെസിപ്പിയില്? എന്ത് ഉത്തരവാദിത്തോ? അനക്കൊരു ഉത്തരവാദിത്തം വേണ്ട എന്റെ റെസിപ്പി എങ്ങനെയായിരിക്കണം എന്ന്. ഞാൻ പറഞ്ഞിട്ട് അവനായിട്ട് നല്ല ഉത്തരവാദിത്തം ഉണ്ടോ സ്വന്തം റെസിപ്പിയില്? എനിക്ക് ഇല്ല. സംഭവം ചെയ്തു വരുമ്പോ എന്തെങ്കിലും ആവാറുണ്ട്. അതെ ഞാൻ ചെയ്തു വരുമ്പോ എന്തെങ്കിലും അല്ല സാധാരണ ഓനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കൽ അടിപൊളിയായിട്ട്. പക്ഷെ അത് കുറച്ച് അപ്പൊ ജുൽക്കാക്ക് മനസ്സിലായോ ഏകദേശം അമലേട്ടന്റെ എന്താന്ന്? മനസ്സിലായി. ഇത് സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടില്ല നമ്മൾ വിചാരിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത എന്താ അറിയോ, ഇതെനിക്ക് മനസ്സിലായില്ല. അതെല്ലാം കൂടെ ഉള്ളിയെല്ലാം കൂടെ പിച്ച് പറിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിട്ട് തോന്നി ചെയ്യും. ഇതിന്റെ അളവൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. നല്ലോണം വെള്ളം കുടിക്കണ്ടേ, കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. സംഭവം വെച്ച് റെസിപ്പി കൊടുത്തതുകൊണ്ടാണ് കുറച്ചെങ്കിലും കോൺഫിഡൻസിൽ നിന്നത്. ഇപ്പൊ ഓരോന്നോരോന്ന് മാറിയപ്പോഴേ എല്ലാം പടിപാളി അവസ്ഥയിലാണ്. അയ്യോ കണ്ണേരി സ്പീഡേ അതല്ല ഭാര്യക്ക് പൊട്ടാറ്റോ അരിഞ്ഞ് വെച്ചൊക്കെ നിനക്ക് എല്ലാം കൂടി ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ കുഴപ്പമില്ല, എനിക്ക് ചെറുതാക്കാളായിരുന്നു. അത് ശരി. ഇത് ഈ വേസ്റ്റ് ഒക്കെ അതായത് അണക്ക് ഇഞ്ചി സല്ലു നന്നാക്കി തന്നിട്ടുണ്ടെങ്കിൽ സല്ലൂന് ഈ ക്യാരറ്റ് നന്നാക്കി കൊടുക്കണം. അളിയാ സാധനം കൊണ്ട് എന്തെങ്കിലും ആവോ നോക്കട്ടെ. ഇതെന്താന്ന് ലാസ്റ്റ് മീനവിയിലാവും. അല്ല ഇതിന്റെ അല്ലേ? അവിടെ ഒന്ന് വേഗം അരിഞ്ഞൂടെ എനിക്ക്? ഇതിപ്പോ എന്താ ചെയ്യാ? അയ്യോ ഹലോ. ആ ഇനിയെങ്കിലും റെസിപ്പി ഇനിയെങ്കിലും സ്വന്തം റെസിപ്പി നോക്കി ഉണ്ടാക്കാലോ. വേണ്ട എന്താ ചെയ്യാനുള്ള ഇനി? എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ ഇപ്പൊ ഉരുളക്കിഴങ്ങ് തിളപ്പിച്ചോണ്ടിരിക്കുക. ഉരുളക്കിഴങ്ങ് അത് ശരിക്കും ആര് ചെയ്ത പ്രവൃത്തിയായിരുന്നു? ഞാൻ കട്ട് ചെയ്ത് വെച്ചു, ബാക്കി സല്ല് ചെയ്തു. അത് ഞാൻ അപ്പൊ അങ്ങനെ തന്നെ കുഴപ്പമില്ല. ഇല്ല ഇല്ല കുഴപ്പമില്ല, ചെയ്തോളം ശരി. ഞാൻ സേഫ് ഓപ്ഷൻ ആയിട്ട് എടുത്ത് വെള്ളത്തിലിട്ട്. ഹായ്, എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാനിതാ ഇഞ്ചി കട്ട് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഇതെന്താ? അല്ല അത്ര മതിയില്ല ഇഞ്ചി. അല്ല മതിയായിട്ടല്ല, എനിക്ക് വേണമെങ്കിൽ ചെയ്തോ. വേണം കുറച്ച് വിട്ടാളാ. കുറച്ചുകൂടി ഇഞ്ചി വേണല്ലേ? അല്ല ഇപ്പൊ ബാക്കിയുള്ളവർ ചെയ്തതിന്റെ ബുദ്ധിമുട്ട് ഇല്ലല്ലോ, ഇത് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു. കുറച്ച് ഈസി ആയി തോന്നുന്നത്. എനിക്ക് ഈസിയായി. ആ ഇതൊക്കെ കഴിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അയ്യോ ഇത് ഇങ്ങനെ അല്ലേനു. ഈസി ആയത്. ആ സാരല്ല, നോക്കട്ടെ എന്തായിന്ന്. കളർഫുൾ അല്ലേ? നല്ല രസമുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോ ഞാൻ ചെയ്യേണ്ടത് ഒന്ന് കൊടുക്കുവോ? ആ മാറിക്കോ നമ്മളൊന്ന്. ഇതിലാണ് എന്റെ പാൻ ഇതല്ലേ? മാറിക്കൊന്നൊക്കെ കാഷ്യൂ അത് രണ്ടും തിന്നാൻ തരുമോ? ഇല്ല ഇല്ല ഇല്ല, സോറി സോറി സോറി. അത് ഇവിടെ മാത്രം അത് മൊത്തം എനിക്ക് കുക്കിങ്ങിനുള്ള ആവശ്യം. അത് മൊത്തം വേണോ കാഷ്യൂ? മൊത്തം വേണം. രണ്ടെണ്ണം. നോ, സല്ലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോൺ ഔട്ട് ആയി പോണ്ട്, എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ടേ. റെസിപ്പി എടുത്തതാ. ആ കിട്ടി. കുറച്ച് വാട്ടർ വേണം. ഇത് ഞാൻ മുഴുങ്ങും. കുറച്ച് വെള്ളം തരുമോ? ഇപ്പൊ തരാം. ഓക്കെ ഈ കൈയും വെച്ചിട്ടോ. ഞാൻ കുറച്ച് വെള്ളം ചേച്ചിന്റെ ബാക്കിയുള്ളത്. ഇത് തീർക്കല്ലേ? വെള്ളോ? അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ എനിക്ക് ശരിയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് മാറ്റാൻ പറ്റും? ഇതൊന്നും എനിക്ക് ക്ലിയർ ചെയ്ത് തരുമോ?
എന്താണ് ഇതിനൊന്ന് മാറ്റണം. വെള്ളം ഞാനിപ്പോ എവിടെ കൊണ്ട് ഒഴിവാക്കും? കൂടാത്ത വെള്ളം ഒഴിവാക്കാനാണോ വെച്ചോ ഇത് കൂടില്ല. ഇത് അതിലേക്കാൾ ഉണ്ടാവുമോ? ഇല്ല 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 ഓഫാക്കാനല്ലേ? ഓഫാക്കാനുള്ള കൂട്ടാനില്ലടാ അത്. അല്ല ഇനി ഇങ്ങനെ ചെയ്ത് ശരിയാണോ? ഒന്നും തിരിയില്ലല്ലോ ഈശ്വരാ. അല്ല ഇവിടെ എന്തൊന്നും ചെയ്യാം? അതെന്താ എനിക്ക് മനസ്സിലായില്ല. എന്താ ആണോ? എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എനിക്കൊരു സാധനം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇത്ര കടലപ്പൊടി പോരാ. കുറെ കടലപ്പൊടി വേണം. ജോലി വെറുതെ ഇറക്കി നിൽക്കുക. സമയം പോക്കാം. ഇത് ഇവിടെ ആവണ്ടേ? വന്നിട്ട് ഉള്ളിലാക്കി സമയം പോക്കി അവിടെ നിന്ന് അതല്ല ഇതാവണ്ടേ ആ. രണ്ടാമത്തെ പ്രാവശ്യം. എങ്ങനെയുണ്ട്? ഓ നല്ല റിസൾട്ട്. ഇതെന്താ ഉണ്ടാക്കുക ഞാൻ ഇത് ഉടക്കിയ എന്നാലും guys ഇവർക്ക് ഉടക്കിയോ? എന്തൊക്കെ ഐഡിയകൾ ഉണ്ട് കേട്ടോ. ഇത് സാധനം എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? അത് കണ്ടോടെ എനിക്ക് ഏകദേശം മനസ്സിലായി. നമ്മൾ പ്രതീക്ഷയ്ക്ക് അപ്പുറം കിട്ടും. ഇത് ഉമ്മ സ്ഥിരം ഉണ്ടാക്കി തരുന്ന സാധനാ. അയ്യോ കണ്ണെരിയുന്നു. ഇപ്പഴല്ല കേട്ടോ, പണ്ട്. അതൊരു പരാതിയായിട്ട് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇപ്പഴല്ലാതെ എടുത്തു പറഞ്ഞ് നോട്ട് ദ പോയിന്റ്. എടാ ഇതിൽ എന്തെങ്കിലും ഇട്ടിരുന്നോ? ഉപ്പൊക്കെ ഇട്ടിരുന്നോ? അത് നോക്കി എനിക്ക് മനസ്സിലാവും. എനിക്കറിയില്ല. അങ്ങനെ വെച്ചോ. ഞാൻ അങ്ങനെ ഉപ്പിട്ടതാണോ അന്റെ നാവിൽ തന്നെ വെക്കുക. എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ടെൻഷനായി. ഇതിപ്പോ ചെയ്യേണ്ടതിനൊന്നൊരു സംശയം. അത് ശരിയാണ്. ചിലപ്പോ അങ്ങനെ നമുക്ക് തെറ്റുകൾ പറ്റാം. ഇത് വെളിച്ചെണ്ണ. ഓ ഇതും വെളിച്ചെണ്ണ. അടുത്ത് ഞാൻ അനുഭവിക്കണം. അതാണ്. ഞാൻ വെളിച്ചെണ്ണ വയ്ക്കണ്ടേ? ഒരു നിമിഷം ഞാൻ ഒരു കാര്യം ചെയ്യാം. വെളിച്ചെണ്ണ വേണോ? ആ വെളിച്ചെണ്ണ ഇനി വേണം. ആവശ്യമുണ്ടോ? ആ ഇത് ഞാൻ എടുക്കണ്ട. എടാ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ആ രീതിയിലേക്ക് തിരിച്ചു പോകും. എനിക്ക് കുറച്ചുണ്ടത് ഏത് രീതിയിലേക്ക്? ഞാൻ ചെയ്ത രീതിയിലേക്ക് തന്നെ ഇത് വിളിക്കട്ടെ, ഇത് നമുക്ക് ആവശ്യം. അത് എടുത്തോ. ആ വെളിച്ചെണ്ണ കൂടി എടുക്കട്ടെ. എല്ലാരും വെളിച്ചെണ്ണ ആവശ്യമാണ്. പറ്റില്ല, വിളിച്ചോണേ. അത് എന്നെ വേണ്ടി ഇപ്പൊ ഓർച്ചയുണ്ട്. ഓക്കെ ഓക്കെ. എടാ വെളിച്ചെണ്ണ നമുക്ക് റീഫിൽ ചെയ്ത് കൊടുക്കാം. അളിയ ഇല്ലടാ. അപ്പൊ ഇതല്ലേ സാധനം? എടാ അതല്ല പറഞ്ഞേ, ശ്രദ്ധിക്കാൻ പറഞ്ഞ. അതല്ലേ സാധനം? ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഹലോ ആ അടച്ചേക്കണോ? അതാ എന്റെ ഇഷ്ടം പോലെ. എന്റെ ഇഷ്ടം അടച്ചേക്കാനുള്ള അടത്തോടില്ല. അപ്പൊ പറ്റില്ല. എടാ അതെ. ക്ഷീണം ഒച്ച വന്നില്ല. എടാ ചൂടായി. ഓണാക്കണം വെച്ച് ആദ്യം. ഇത് ഓണല്ലേ? സോറി, ചെറിയ ഉള്ളി പോലെ ചൂടാവാതെ അതിലേക്ക് ഉള്ളി ചൂടാവേതെ ഇത് ഓണാക്കില്ല ഇൻഡക്ഷൻ. ഓക്കെ സ്വാപ്പ്. ഇതിനകത്തൊന്നും ഇട്ടില്ല. കളി ഉപ്പുണ്ട് ഇതില്. ഉപ്പുണ്ടാ ഇതിട്ട് വെളുത്തുള്ളി ഇടാം. സാധനമില്ല. ഓ ഇന്നാണല്ലോ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചതല്ലേ ഓൾറെഡി. അതുകൊണ്ട് പിന്നെ എടാ അത് ഒരു റൗണ്ട് കഴിഞ്ഞല്ലോ. ഇതെന്താടാ നാളേക്ക് തിന്നാല്? എന്തില്ല സാധനം എന്തില്ല. ഇതിന്റെ അകത്തുള്ളേ അളിയാ ഇതെന്താ സൂപ്പോ? അറിയില്ലടാ, എനിക്കല്ല. ഇത് ഞാൻ ഇങ്ങനെ വെറുതെ ഇളക്കുന്നേ ഉള്ളൂ. ഓനാ ഇതൊക്കെ. ഇഞ്ചി വെളുത്തുള്ളി ആ എല്ലാം കൂടി കൂട്ടിട്ട് മിക്സിലടി. അളിയാ അല്ലേ? ഞാൻ അടുത്ത് അങ്ങോട്ട് വരണോ? ഞാൻ എന്ത് ചെയ്യാനത്? അതിനിപ്പോഴൊന്നും ഞങ്ങൾ swap പക്ഷെ അതല്ലടാ ഞങ്ങൾ പ്രശ്നം. പറയുമ്പോഴേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ആവുള്ളൂ. അത് എപ്പോ ഞങ്ങൾ എന്റെ പ്രശ്നം അതല്ല. ആ. ഇത് ബാക്കി ഇത്രയും എന്താക്കുന്ന ഞാൻ അറിയിക്കുന്നത്. അല്ല ഇത് കഴിഞ്ഞില്ലേ? പച്ചമുളക് ബുദ്ധിമുട്ട് ഞാൻ അടിക്കും. അതിലൊരു വർത്താനമില്ല. ഇതെന്തോ ഒരു വേവാത്തൊരു ഉരുളക്കിഴങ്ങും. അതെന്നെ എനിക്ക് എന്നാ മനസ്സിലായി. ഞാൻ നേരത്തെ ആക്കിക്കൊണ്ടിരുന്നത്. ഇത് മൂടിയൊക്കെ മാത്രം ഉണ്ടോ? ഇത് കാഷ്യൂം അതേപോലെ ഈ ഒരു ഇത് മിൽക്കല്ലേ? അതെ മിൽക്കല്ലത് എന്താണ്? ഫ്രഷ് ക്രീമാ. ഫ്രഷ് ക്രീമും അങ്ങോട്ട് കാഷ്യൂ മോനെ ഞാനൊന്നും കണ്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ കണ്ടത്. ഫ്രഷ് ക്രീമും കാഷ്യൂ ഇട്ടിട്ടൊരു അടി മിക്സിയിൽ. അളിയാ എന്നിട്ട് അത് പേസ്റ്റ് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അന്നെ ഇഷ്ടം പോലെ ചെയ്തോ, ബാക്കി കാക്ക അനുഭവിച്ചോട്ടെ. ആ ഞാൻ എന്തിനാ വെള്ളം? അളിയനല്ലേ അല്ലേ? അങ്ങനെയും ചെയ്യാതാ. അങ്ങനെയും ചെയ്തൂടെ? കുറച്ചിട്ടാ ബാക്കി തിന്നാ. അല്ല ഇപ്പൊ ജുനു അന്റെ ഡിഷ് റെഡി ആയിന്നാ ഈ പറയുന്നത്? അന്റെ ഡിഷ് റെഡി ആയിന്നാണോ ഈ പറയുന്നത്? നിന്റെ അടിച്ച് അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. രണ്ടെണ്ണം തരും. ഓ. ആ മതിയോ? അറിയാന്നാ എന്റെ കാശ്. ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? അന്റെ ഉള്ളിൽ എന്താ, അന്റെ മനസ്സ് എന്നോട് എന്ത് പറയുന്നു ചുരുക്ക? അതുപോലെ ഈ ചെയ്യ്. Come on.
Come on, you can do this. ഇതിൽ എവിടെടാ മൂടി? എടാ മൂടി മുങ്ങിപ്പോയടി. മുഖം അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് എടുക്കണം. വെള്ളം കൂടുതലായി പോയില്ലേ? ഇതൊക്കെ ആദ്യം ഒഴിക്കുമ്പോ ആലോചിക്കും. ഗൈസ് നിങ്ങൾക്ക് ആരാ ഒഴിച്ചേ? ക്രിസ്പി ആയിട്ട് വേണോ ഗൈസ്? ക്രിസ്പി ആയിട്ട് വേണം. ആ ക്രിസ്പി ആയിക്കോട്ടെ. വെള്ളം Guys, ജുൻക ഇവിടെ ഫ്രഷ് ക്രീമും കാഷ്യൂ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടിക്കാൻ പോലെ ജുൻക. മിക്സിക്കും. ഇത് വേവാനിപ്പോ എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ? ഞാൻ അവിടെ എത്തല്ലേ എന്നാണ് പ്രാർത്ഥന. ആ വെന്ത് ആ മിക്സി ഓണാക്കി തരാം. സാധനം വെന്ത്. അമൽ എന്തോ ഒരു സാധനം അവിടെ പൊരിച്ചെടുത്തോണ്ടിരിക്കും. അത് എന്ത് സാധനം? എന്തോ ഒരു സാധനം. എന്തെന്ന് പറയാൻ പറ്റില്ല. എന്തെന്ന് പറയാൻ പറ്റൂല. ജുനുവിന്റെ നല്ലൊരു എന്താ അടിപൊളി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഫ്രഷ് ക്രീമും കാഷ്യൂം. അളിയാ അളിയാ അണക്ക് തോന്നുന്നത് എന്താണോ അതാണ് ജുനു ശരി. ഞാൻ പറഞ്ഞില്ല എന്റെ മനസ്സ് എന്ത് പറയുന്നു അതുപോലെ ഈ ചെയ്യണം ജുൻക. സ്വാപ്പ് വിളിക്കാൻ സമയമായില്ലേ? ഇല്ല ഞങ്ങള് പറയും. ആവുമ്പോ ഞങ്ങളെ വിളിക്കൂ. ഞാൻ കാഷ്യൂം ഫ്രഷ് ക്രീമും കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആഡ് എടുക്കാൻ പോകണം. അളിയാ വെരി ഗുഡ്. ഒന്ന് കുറുങ്ങണം. കുറുകളല്ലടാ കുറുകളം. കുറുങ്ങണം സോറി. ഞാൻ ഇതിൽ കണ്ട പോലെയൊക്കെ ഉരുട്ടി വറുത്ത് കോരിന്റെ ആ വറുത്ത് കരിച്ചു കോരുന്നുണ്ട്. വേഗം കോരിക്കോ. ക്രിസ്പി ആയിക്കോട്ടെ കഴിച്ചു. ആ അത് വെന്തെന്ന് തോന്നുന്നു. സല്ലുവിനോട് 2 വാക്ക്. ആ താങ്കളുടെ ഡിഷ് അവിടെ ആയി മാറിയതിനെ പറ്റിയിട്ട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എന്റെ ഒരു പരമായ സംശയം അത് അങ്ങനെ ആവും. ആവോ ആവുമെന്നറിയില്ല. സംശയല്ലേ? സംശയമാണ്. അത് എനിക്ക് എന്റെ പ്രശ്നം എന്താ പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇനി ഞാൻ അഥവാ അവിടെ എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം എനിക്ക് അറിയില്ല. ആ കാര്യം ഉള്ള തന്ന റെസിപ്പി മാറി. മാറി അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുറച്ച് കൂടുതലായി പോയി. ഫ്രഷ് ക്രീം ഒഴിച്ചതാ. കാണാൻ എന്തോ രസമൊക്കെ തോന്നുന്നില്ലേ? എന്റെ മോനെ അളിയാ വെജിറ്റബിൾ ഞാൻ കറിയാണോ ഇതൊക്കെ മിക്സ് ചെയ്ത് വറുത്ത് കോരുന്നു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിനൊരു പേരില്ല. പേരില്ല. മനസ്സിലൊരു പേരുണ്ടല്ലേ അവലേട്ടാ? മനസ്സിൽ ഇതൊക്കെ പറയാൻ പറ്റില്ലല്ലോ. ഇട്ടതെന്താണ് അവിടെ വെച്ച് പോയിക്കോളാ ചെയ്തത്. ഇപ്പൊ അവലേട്ട എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ദാ ഇത് എന്തൊക്കെയോ പുഴുങ്ങിയ ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്തു. പുഴുങ്ങി കിട്ടി. ഇതുവരെ എന്തൊക്കെയോ ആയിട്ട്. എങ്ങനെയൊക്കെയോ വിചാരിച്ചത് നല്ല രീതിയിൽ അതായി കിട്ടിയില്ലേ? ഓ ആ സല്ലത വെള്ളം അതിൽ ഒഴിച്ചു വെച്ചത്. അയ്യോ ജുൻകാക്ക് ഇതിനെ പറ്റി എന്താ അഭിപ്രായം? ഐസ്. ഞാൻ വിചാരിച്ച ഏകദേശം ഒരു സാധനങ്ങളൊക്കെ ജുനുവിന് ഒരു പണി എടുക്കാതെ അവന്റെ ഡിഷ് ആയ പോലത്തെ ഒരു അവസ്ഥയാണ്. എന്തൊക്കെ ചെയ്തു പോലെ ഞാൻ ഇങ്ങനെ കറങ്ങി വന്നെ പേര് ഞാൻ ദാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ. ഇതിന്റെ ഏകദേശം മുരിഞ്ഞു വരുന്നുണ്ട്. അയ്യോ കഴിഞ്ഞു പോയി. നല്ല കോൺഫിഡൻസ്. ഇതിപ്പോ ഞാൻ ഓഫ് ആക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമ്പോ? അത് വേറൊരു സംഭവമാണ്. അതായത് ഇത് ഞാൻ ചെയ്ത് ഇത് ഞാൻ ചെയ്ത് ഇതാരോ ചെയ്ത് ഇത് കണ്ടോ ഗൈസ്? ഇതൊന്നും ചെയ്തില്ല എന്നിട്ടാണ് ഇത് ചെയ്തത്. ഇവിടെ അമലേട്ടൻ നിങ്ങളൊക്കെ വരുന്നതിന്റെ മുന്നേ ബാക്കി വേഗം പണി ചെയ്ത് വെക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. സ്പീഡ് ഓരോ ചെയ്യുന്നത്. അയ്യോ ഇത് ഉള്ളി വാഴണ്ടേ. ഇപ്പൊ വിളിക്കും. ഭീഷണിയാണ്. ഇപ്പൊ വിളിക്കല കുറച്ച് കൂട്ടിയാണ്. വെളിച്ചെണ്ണ തരാം. അല്ല വേണ്ട 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 കുറെ വെളിച്ചെണ്ണ ഒരു സാധനം ഉണ്ട് ഇവിടെ. എന്ത് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഒക്കെ പോടി. ഇത് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടത് സല്ലു. ഇതിൽ എനക്കും ഒരു ബന്ധമില്ലല്ലേ? അത് എനിക്കൊരു ബന്ധമില്ല. ഇല്ല. അല്ല അതിലോട്ട് ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. വളരെ നല്ല സ്മെല്ല്. അതിവിടെ മേക്ക് ചെയ്തോണ്ടിരിക്കുക. പണ്ട് ഇഞ്ചി എക്സ്പെർട്ട് അതെ. ഇപ്പൊ ചിലപ്പോൾ സ്പോട്ട് ഉണ്ടാവും. മാറിക്കാണുമ്പോ പറഞ്ഞേ. അളിയാ ഞാൻ ഉരുളക്കാൻ വേവിക്കാട്ടോണ്ട് എനിക്ക് കുറച്ച് എളുപ്പമായില്ലേ? ഓ താങ്ക്സ് ഡാ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് അവരും ചെയ്തോണ്ടിരിക്കുന്നത്. ജുനുവിന്റെ കഴിഞ്ഞു സാപ്പ് വിളിക്കില്ലല്ലോ. പറയാൻ പറ്റില്ല. അല്ല ജൂനിന്റെ കൈയിട്ട് ഇപ്പൊ എന്താക്കും വേപ്പ് വിളിക്കുകയാണെങ്കിൽ അവിടെ വെറുതെ പോയി നിക്കുക. കഴിക്കുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്താ പോലെ. അല്ല അണക്ക് പണി ഉണ്ടാവും. അന്റെ അവിടെ വരുന്നവർക്കാണ് പണിയില്ലാത്തത്. അങ്ങനെയാ. അതെ. ഇപ്പൊ എന്തിനാ ഇപ്പോഴേ വെച്ചെന്ന് എനിക്കറിയില്ല. ഡൗട്ട് ഇല്ലേ? ഇത് ആരുമായിട്ട് ഉള്ളിയായിരുന്നു? ആരോ വയറ്റ് ഉള്ളിയാണ്. ഇത് വൈൻഡ് ഇല്ലല്ലോ. ആ അമലേട്ടെ. എടാ, അത് ഞാൻ തന്നെ. ഞാൻ ഡൗട്ട് കിട്ടെ. ആ നിങ്ങൾ സ്പൂണോണ്ട് എടുത്തിട്ട് എത്ര നേരം കൈകൊണ്ടോ മൂന്നുണ്ടോ? കൈകൊണ്ട് കൈകൊണ്ടല്ലോ അല്ലേ? അമലേട്ട് ഇപ്പൊ ചെയ്തിട്ട് ഏകദേശം പണി തീരാനായോ? ഏകദേശം എന്നൊക്കെ ഇല്ല അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. അഞ്ചി ആ. ഇപ്പൊ ഒരു സ്വാപ്പ് വിളിക്കുന്നതിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായമായിരിക്കും തോന്നുന്നത്. Guys, ഇപ്പൊ വിളിക്കല്ലേ ഇപ്പൊ വിളിക്കല്ലേ. ഞാൻ പറഞ്ഞ സ്വാപ്പ് വിളിച്ചു കഴിഞ്ഞു. ഇന്റെ മോനെ. ആ ഇതിപ്പോ എനിക്ക് പണിയൊന്നുമില്ല. അളിയാ കൊളാക്കല്ലോ അളിയാ. നോക്കടാ
ഒന്നും പറയാനില്ല. ആ, എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഇത് പണ്ടിട്ട് കരിക്കല്ലോ ഇവിടെ. അതെ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. അല്ലടാ ഇത് അതിലേക്ക് വെക്ക്. മാറിപ്പോയി. നോക്കി ചെയ്യടാ. അളിയാ കരിയരുതേ. എന്നോട് അവിടെ മൊത്തം കരിയിച്ചെടുക്കണം. എടാ ഇത് കുറച്ച് കൂടി പോയോ? മൊരിച്ചതല്ലേ അതിന് ഈ സൈഡിലോട്ട് ബന്ധമില്ല. അത് തീ കൂട്ടി വെക്കണം കുറച്ച്. അവൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ എല്ലാം ഇട്ടങ്ങ് വഴറ്റി തന്നെ. ഞാൻ ഇതിലേക്ക് ഇടാൻ പോകണം ഗൈസ്. അവലേട്ടാ ഓ ഓടാൻ പോണല്ലേ. അത് മാത്രമേ ഇടാനുള്ളൂ, മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ. ആലോചിക്കണോ? ഒരു ബാക്കി പൊടികൾ ഏതൊക്കെയാ ഉള്ളത്? ബാക്കി എടുക്കാൻ പറ്റില്ലേ? ഓ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാ. കാണാൻ വെച്ചാണോ? അതെനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ആദ്യത്തെ ഇതും ചെയ്തിട്ട് അങ്ങോട്ട് പോയതാ, പിന്നെ എന്തൊക്കെ ആയി ഇവിടെ. പൊടി ദൈവമേ. അവലേട്ടാ ടർമറിക് വേണ്ട. ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചോണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി, മുളക് പൊടി. ആ നോക്കി നോക്കി ചെയ്. അതുപോലെ ചെയ്ത് ഇത് മുളക് പൊടിയില്ലേ? മൂക്ക് വലിക്കല്ലേ. കുറച്ച് താത്തിട്ടോ ഞങ്ങളൊക്കെ പുകച്ച് പുറത്തടിക്കണം വേണ്ടേ. അഞ്ചത് പുതിയൊരു ടെക്നിക്കാണ്. എങ്ങനെയാണ്? ഈ എണ്ണ തിളച്ചെണ്ണീന്റെ മുകളിലോട്ട് ഇടും. അതെ ഓട്ടുള്ള കയ്യിൽ കൂടെ എണ്ണ കോരി എടുക്കാം അപ്പൊ അധികം താഴെ പോകും. ഇല്ല ഇല്ല, കുറച്ചേ ഉള്ളൂ. കണ്ടോ, ശരിക്കും ജനുവിന്റെ സ്പേസിൽ വരുന്ന സുഖം അവിടെ ഒന്നും ചെയ്യണ്ട. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അത് കഴിഞ്ഞടാ. ഇത് കത്തി. ഇല്ല, പെട്ടെന്നൊരു സ്വാപ്പ് വിളിക്കാം guys. Swap. പരിപാടിയാ. ഇതിലിപ്പോ ചുരുക്കം മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് ആ ഇനി ഇതിലേക്ക് ഏകദേശം പുടി കിട്ടി. ആർക്ക് എനിക്കത് അതൊക്കെയല്ലേ മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് ആ ഇത് വേണം. എന്താ ഇത് കടുക്, ഇതിലേക്ക് കടുക് ഇടാണ് ഗൈസ്. കുറച്ച് കടുക് ഇടാണ്. ഒരു ഐഡി കിട്ടി. കടുക് പുറത്ത് പോകരുത്. ഒരു റൗണ്ട് ഇട്ടതാ. കുഴപ്പമില്ല. മിക്സ് ചെയ്യും. ഞാൻ ഒരു ഇത് നേരെ അതിലേക്ക് തട്ടുക. ഒന്ന് കുറക്കി. എടാ അല്ലേ നമുക്ക് ഇതിലേക്ക് ദോശ എടുക്കാൻ പറ്റുമോ? ഉണ്ടാക്കേ ദോശ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ല അവിടെ തന്ന സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഈ ഒരു പരിസരത്തുള്ള എന്തെങ്കിലും ഫ്രീ എടുത്തോ. അവിടേക്ക് പോകാൻ പറ്റില്ല. നിങ്ങള് ഇത് ഇളക്കി മാത്രം എന്താ പറയാ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കൂ. കരിഞ്ഞിലേക്ക് പോകുമ്പോ heavy കേട്ടോ. മതിയായോ സംശയം. ഇതിൽ ഉപ്പിട്ടില്ലല്ലോ. തക്കാളി. ഉപ്പിട്ടുണ്ടോ? അളിയാ, അത് വേണേ തൊട്ട് ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ വെന്ത് വരാനാണ്ടാ? ഉപ്പുണ്ട്. ഉപ്പിട്ട്. ഉപ്പ് കൂടുതലാണല്ലോ. സല്ലു അപ്പുറത്ത് നിന്ന് നടക്കുന്നതൊന്ന് വീക്ഷിച്ചോളൂ. ഇത് മാത്രം എനിക്ക് പ്രശ്നമുള്ളൂ. അത് നോക്കിയിട്ട് കാര്യമായിട്ട് ഒരു കറി ലെവലിലെ പരിപാടി മനസ്സിലായില്ലേ? സമാധാനപരമായി ചെയ്യും. എന്താ കറിയിലെ പരിപാടി എന്ന് അറിയുമ്പോ അളിയാ, വേറെ കത്തിണ്ടോ? ഇത് മിക്സിയിലിട്ട് അടിക്കാം. മാറി മിക്സിയില് എടാ ഇത് ഒഴിവാക്കി. അത് സാരില്ല. അല്ല അല്ല പോയി കഴിക്കണം. അതാ മിക്സിയിൽ കൊള്ളുവോ? 2 ട്രിപ്പാക്കാം. ഇത് കരിയാനായിട്ട് ഞാൻ കേൾക്കണോ? ഇത് ഇമ്മാതിരി കത്തിലാക്കി ഈ സാധനം വേവല്ലേ? എടുത്ത കലേ ഞാൻ കട്ട് ചെയ്യാം. അത് ഓണാക്കണത് കരിഞ്ഞു ചെയ്താ ഓണാക്കാത്ത പിടിക്ക് അത്യം പറയും അറിയില്ല അറിയില്ല. എന്താ സാധനം ഇത്? ഒരു പിക്ചർ സാധനം അറിയാ. ആടാ, എടാ എന്നാ കുറച്ച് ഫ്രഷ് ക്രീം ഇട്ടോ. അറിയാ ഫ്രഷ് ക്രീം ഇട്ടുണ്ടോ അതില്? ഗൈസ് ഇവിടെ ഒരു റെസിപ്പി കംപ്ലീറ്റ് ആയിരിക്കാണ് ഗൈസ്. അതെ അമലായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കാണ്. അതെ അതെ ഇത് ഇവിടെ കരിയണ്ടേ. ഞാൻ അതിലേക്ക് ഇളക്കാൻ മാത്രം എടാ ഒരു ഇട്ടിട്ട് അപ്പൊ ഞാൻ പഠിച്ചിട്ട് പോകും. ഉരുളക്കിഴങ്ങ് വലിച്ചല്ലോ. ഐഡിയ ഇല്ലത്. ആ ഓക്കെ. കേളായോ മിക്സി? സോറി ഗൈസ്. ഒരു മിനിറ്റ് അതൊന്ന് കാണിച്ചു കൊടുക്കും. ക്യാമറ കാണിച്ചു കൊടുക്കുന്നല്ലോ. ഇല്ല ഗൈസ്. കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുത്തോ. ആ ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ നിൽക്കും.
അതില് എന്തൊക്കെയാണ് ഫ്രഷ് ക്രീം ഉണ്ട്, വെറൈറ്റി ആയിക്കോട്ടെ. ഇത് കുത്തുവോ? ഇത് അല്ലാണ്ടത് കുത്തി ഇതാക്കാൻ നിന്ന് കഴിഞ്ഞാൽ വരില്ലേ സ്പൂണതാണോ ഇത്? കുട്ടികളെ കുറുക്ക് പോലായി മൊത്തത്തില്. ആവുന്നില്ല, ചെറുതായിട്ട്. അതെ, വേറെ ഉരുളക്കിഴങ്ങ് ഉണ്ടോ? നീ ആ കുറച്ച് തക്കാളി ഇട്ട വെച്ചില്ലേ, അതിലേക്ക് ഇടണം. കുഴപ്പമില്ല. സ്വാപ്പായോ? ഞങ്ങൾ വിളിക്കും. ചേച്ചി, അതൊരു വെയിറ്റ് ചെയ്യണ്. എടാ അല്ലടാ, ഇത് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലല്ലോ, അതല്ല സീനി. ഞാൻ സല്ലുനോട് ഒരു കാര്യം ചോദിക്കട്ടെ, അയ്യച്ചൊക്കെ എടുത്തത് ചുമ്മാ. സാധനമാണോ പായി വന്നിട്ടുള്ളത്? അല്ല, കുറച്ച് ലൂസായി പോയി. ആ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളൂ ഗൈസ്. ടേസ്റ്റ് അതാ. ഗുഡ്, അടിപൊളി. ഓണാക്കുന്നില്ലേ? ഇതൊക്കെ നിങ്ങൾ എന്നെ കഴിച്ചിട്ട് നിങ്ങൾ എന്റെ അഭിപ്രായം പറയാട്ടോ. ഞങ്ങൾ കഴിക്കുന്നില്ല. നിങ്ങൾ തന്നെ അയക്കണം. കുറച്ച് വെള്ളം തരും, വെള്ളം. അതെന്താ? എന്തൊക്കെ സംഭവം ഉണ്ട്, കുറച്ചുകൂടെ പോകേണ്ടി വരും. ഓക്കെ ഗൈസ്, ഞാൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഓടിവാ. കൊണ്ടായിക്കോട്ടെ. കോള കിട്ടുന്നില്ല, അല്ല മണക്കെ. വെറുതെ നിന്നാ മതി. എന്താ പകുതി വീട്ടിലൊക്കെ അടിഞ്ഞിട്ടില്ലേ? അങ്ങനെങ്കിലും കിട്ടിയില്ലേ? കഴിഞ്ഞു, സാധനം കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അതില് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്ക്, അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണോ? എടാ, റെസിപ്പി ഫെയിലർ ആണ് ഗൈസ്, പക്ഷെ കഴിക്കുമ്പോ രസം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതൊന്ന് അയച്ചു വിട്ടെ. അതിൽ നിന്ന് ആഡ് ചെയ്യണ്ടാ. അതായത് കൂടുതലാണ്. മിക്സിയിട്ട് അടിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. റെസിപ്പി നോക്ക്. ഇതിട്ട് സാധനം കിട്ടിയില്ലല്ലോ. എവിടെ എവിടെ ഉരുളക്കിഴങ്ങ് അടിക്കാൻ കൊണ്ടുപോയില്ലേ? ഓ, അതിപ്പോ വെള്ളക്കളറാ വെക്കാൻ. ഇത് കേൾക്കണം. എന്തോ നടക്കാൻ പോകുന്നത് പോലെ തോന്നി. ജുൻകാന്റെ പണിയൊന്നുമില്ലല്ലേ? എനിക്ക് വേണ്ടി ഇതിപ്പോ സ്നാപ്പായി വന്നോണ്ട് ജുൻകാന്റെ പണി തീർന്നിരിക്കുകയാണ് ഗൈസ് ഇവിടെ. അതെടാ, നിന്നോട് ഞാൻ ചോദിച്ചോ? മിക്സ് ആക്കി. ടേസ്റ്റ് ആയിപ്പോ. എടാ കെടുക്കാനല്ലേ അതിന്റെ ചോയ കടയില്. ഇതില്ലേ എന്നാ, ഞാൻ അത് എത്ര എളുപ്പമായി കഴിഞ്ഞു. തായ്ലൻഡ് ഗ്രീൻ കറിയില്ലേ, അതിന്റെ ഒരു ലുക്ക് ഉണ്ട് ഇതിന്. പക്ഷെ സാധനം പൊളി കേട്ടോ, ഞാൻ ഉണ്ടാക്കിയിട്ട് അറിയല്ലോ. ഒരു സ്റ്റ്യൂന്റെ എവിടെയോ ഒരു മണം വരുന്നുണ്ടല്ലേ? എന്നാ ഞാനിപ്പോ ഇവൻ ചെയ്തതിന്റെ ബാക്കി ഇങ്ങനെ എല്ലാം കൂട്ടി ഇങ്ങനെ വഴറ്റുന്നുണ്ട്. എനിക്കറിയാം. എവിടെയോ ഇതിന് ഫീൽ ചെയ്യില്ല. സാധനം ഈ എല്ലാം കൂടെ ഇങ്ങനെ ആക്കി കൊടുത്തു. മാറ്. എടാ, ഇത് ഫുള്ള് ക്രീമാ ചോദിക്കുന്നേ. നമുക്ക് എന്തെങ്കിലും അപ്പുറത്ത് എടുക്കാൻ പറ്റുമോ? ഇല്ല, അപ്പുറത്തുനിന്ന് എടുക്കാൻ പറ്റില്ല. നിങ്ങളെ സാധനങ്ങൾ മാത്രം എടുക്കാൻ പറ്റും. മസാലാസ് എടുക്കാം, അത് കുഴപ്പമില്ല. ഇതിൽ കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, ഇതിൽ കുറച്ച് ക്രീമുണ്ട്, അതിലും ക്രീമുണ്ട്. എല്ലാം കൂടി ആവുമ്പോ ബ്ലെൻഡ് ആവില്ലേ ഗൈസ്? ഞാൻ ഇതിന്റെ കളർ ഒന്ന് മാറ്റാൻ വേണ്ടി കുറച്ച് തക്കാളി അടിക്കുകയാണ്. ഞാൻ ചെയ്ത ഐഡിയ നന്നായില്ലത്. അതിന്റെ ടേസ്റ്റും കൂടി നോക്കിയിട്ട് വേണം അതിനെ അഭിപ്രായം പറയാൻ. മിക്സിയോടെ പാനിൽ ഇടേണ്ടി വരുമോ? ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ ഗൈസ്, സ്വാപ്പ്. ഇതിപ്പോ ഞാൻ വെറുതെ ഒന്ന് നിൽക്കാനല്ലോ അവിടെ. സല്ലി കുറച്ച് തിന്നോളൂ. തിന്നാൻ പാടില്ല. തരുമോ? അടുത്ത് കട്ടാക്കായി. ടേസ്റ്റ് ഉണ്ടോ? ആ കുഴിഞ്ഞൊരു പാത്രം ഉണ്ടല്ലോ, അവിടെ പോയി കാണില്ല. ഇപ്പൊ ഏകദേശം ഇവർക്ക് എന്തൊക്കെയോ അറിയാൻ തോന്നുന്നു ഗൈസ്, അതുകൊണ്ട് ഏതൊക്കെയോ രീതിയിൽ ഓരോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നേരത്തെ വെളുത്തുള്ളി അരിഞ്ഞില്ലേനോ? അരിഞ്ഞു വെച്ച് അപ്പത്തേക്ക് സ്വാപ്പ് പറഞ്ഞില്ലേ? അപ്പൊ ഒട്ടില്ല ആ കെട്ടി. ഇട്ടല്ലേ? കിട്ടിയാ? ഈ വിചാരിച്ചാ നടക്കൂ ഇത് നന്നാക്കെ. ഇത് ടേസ്റ്റ് നോക്ക്. ധൈര്യം നോക്കാൻ. ദൈവമേ, ഫുൾ ക്രീമല്ലേ? പച്ച തക്കാളി. പച്ചത്തക്കാളി വയറ്റി വരണം. അല്ല അതില് പൊടികൾ ഇടാനൊന്നും ഇല്ലായിരുന്നു. അയ്യോ, ഈ പൊടി ഇട്ടില്ല ഇതില് വയറ്റുമ്പോ
ഏതില് ഒഴി പറ്റും കൊണ്ട മോനെ ഒരു സംശയമായി കാര്യം 3 എണ്ണാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് അവൻ ഏതിലാ പൊടി ഇട്ടെന്ന് ചോദിക്കുന്നത്. മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടില്ലേനോ? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അളിയാ അത്ര മുളക് പൊടിയാണോ? പുകയട്ടെ. ഫസ്റ്റ് നീ റിയ എന്റെ ശരിക്കും ഉണ്ടാക്കിയ ജുന ട്രൈ ചെയ്യണ്ടേ. ഒരു കാര്യമായിട്ട് എന്തോ ഉള്ള പരിപാടിയിലാണ്. അമലേട്ടൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഒന്നും ചോദിക്കല്ലേ. വെള്ളം എടുത്ത വെള്ളം ബൈ. മാറിക്കോളൂ. സല്ലോ സോറി അളിയാ, എനിക്കൊരു വിശ്വാസമുണ്ട് കേട്ടാ. ഞാൻ തെറ്റിക്കൂല. നേരത്തെ അമലേട്ടൻ ജഗ് എടുത്തോണ്ട് ആ വെള്ളം എടുത്തിട്ട് ജുലിയയിൽ ഒഴിച്ചു. വെള്ളം അത് പോരല്ലോ അല്ലേ? നീ വെച്ചാ പുറത്തേക്ക് വരും. ഗൈസ് ദോശ ഇവിടെ എനിക്ക് ഇത് പോരാ, എനിക്ക് അത് വേണം. അപ്പൊ ഈ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് അതിപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ? ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ മോണോ മൂടി എടുക്കും. ഇവിടെ മൂടി എടുക്കണം. അതിന്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാക്കാന്നുണ്ടാവല്ലോ. അല്ല, ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടോ നോക്കുക. ഓയിൽ ഇൻഗ്രീഡിയൻസ് മൈൽഡ്ലി സോൾട്ടഡ് എന്നാ, കുറച്ചിടാം. എന്ത് സോൾട്ടഡ്? മൈൽഡ്ലി. അല്ല അത് ഞാനേ ഇതെടുത്തപ്പോ അതിന്റെ ഒരു തോല് ഇനി വീണുപോയി. അത് ഞാൻ എടുത്തു മതി. ആരൊക്കെ തിന്നാൻ പറ്റുമോ അതൊക്കെ? അതെ ഉപ്പ്. ഇഷ്ടമുള്ള പോലെ ഇട്ടോ. ഓരോ ചെയ്യുമ്പോ അമലേട്ടൻ അയ്യോ അമലേട്ടാ സന്തോഷായില്ലേ? സന്തോഷം. നിനക്കുള്ള സന്തോഷം വേണ്ടത്. കൈ ഇറക്കുന്നല്ലേ? ആരിന്റെ അതാ ഡീപ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിക്കുന്നത്. ദോശയാണ് ഇവിടെ വേണ്ടത്, ഡീപ് ഫ്രൈ ചെയ്യണമെന്നല്ല, ഫ്രൈഡ് അല്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ വേണം, കുറച്ച് ഓയിലി ആയിരിക്കും. എടാ ആ ഇനി റെഡി, സാധനം സെറ്റ് ആവും. എനിക്ക് ആ ഓയിൽ ഒഴിക്കുമ്പോഴേ തോന്നി പാൻ എന്തിനാടാ ഓയില്? ഈ പേരിൽ ഓയിലിന്റെ ആവശ്യമില്ല. ഈ ഓയിൽ വേണ്ട. ദോശയെല്ലാം കൂടെ പൊടി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്നല്ല കൈസ്, ഇത് ഞാൻ ഈ ഓയിലൊക്കെ കളയാൻ വേണ്ടിട്ട് ഇട്ടതാ. അപ്പൊ ഇനി പിന്നെ ആഡ് ചെയ്യണോ? അല്ല, ഞാൻ ഈ ഓയിൽ ഞാൻ നേരത്തെ ഉള്ളിട്ട ഓയിൽ ഉണ്ടായിരുന്നു, അത് കളയാൻ വേണ്ടി ആക്കിയാ. എടുത്ത് കളയടാ. കളയാൻ വേണ്ടി വടിച്ചു കളയാൻ വേണ്ടിയൊക്കെയാണ്. അല്ലാതെ എങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓയിൽ മൊത്തത്തിൽ പോരും. ശരിയല്ലേ? അത് ശരിയാ. അപ്പൊ ഞാൻ ഈ ഓയിലൊക്കെ വടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആദ്യം ഒഴിച്ചത് ഒഴിവാക്കാം. അതായത് അല്ലെങ്കിൽ നമ്മള് ദോശ അവരൊന്ന് മയക്കിയെടുത്തു. അതെ, അതെ. മയക്കിയെടുത്താ guys. അല്ലെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് 1-2 ഫസ്റ്റത്തെ നന്നാവാറില്ല. അതെ അതെ. അതിന്റെ ആ ഒരു- ദോശയാണ് പോയത്. അതെ അതെ. ഇത് തട്ടി കുട്ടിയ ദോശയാണോ? ഓ മൈ ഗോഡ്. കോൺസെൻട്രേഷൻ കളയരുത്. ഇല്ലാത്ത രീതിയിൽ ഒരു തട്ടുദോശ റെഡി ആയിട്ടുണ്ട്. ഇത് കോരി കോരി. അതാ ഇതിൽ ഓൾറെഡി മസാല ഉണ്ട്. തുടങ്ങി. എന്റെ റെസിപ്പി നശിപ്പിക്കരുത്. ആ ഓക്കെ. എന്താ ആ ദോശ ദോശ. താൻ എന്താ ഉണ്ടാക്കുന്നേ? ഞാൻ മസാല ദോശ. മസാല ദോശക്ക് ഇത്ര ചെറിയ ദോശ ഉണ്ടാവില്ലേ? കുട്ടി മസാല ദോശയാ, മിനി അലിയാ, മസാല ദോശ. അലിയാ, ആ ദോശയും കൂടി കുറച്ച് കറി. ആ കറി ആർക്ക് വേണം? ഇതെന്താടാ അത്? ഞാൻ അതൊന്ന് കാണട്ടെ. എന്താ അതിന്റെ അവസ്ഥ? ദോശയുടെ പാൻ കേക്ക് അഞ്ചു. നെക്സ്റ്റ് ദോശ റെഡിയാക്കൂ. കൊള്ളാടാ കൊള്ളാടാ സാധനം. ആണ്? ആ നല്ല പത്തിരിക്ക കൂട്ടാം. ആരാടാ ലാസ്റ്റ് ഞാനാ എടുത്തത്. ലാസ്റ്റ് പൊടി ഓനാട്ട്. ആ ഇതൊന്ന് മിക്സ് ആയി സെറ്റ് ആയി വന്നു കഴിഞ്ഞാല് ഇതിൽ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത സാധനങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ ആഡ് ചെയ്ത ടൈമിങ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം മാറിയത്. റെഡിയായോ? ഇവിടെ ദോശ ഉണ്ടാക്കി
ആ ദോശയിലേക്ക് ആ മസാല മസാല ദോശ. മസാല ദോശ റെഡി ആയതാണ് ഗൈസ്. കണ്ടോ ആ ഉരുളക്കിഴങ്ങ് കൺസിസ്റ്റൻസി. അങ്ങനൊന്നുമില്ലാന്ന് പറഞ്ഞത്. ഓക്കേ സ്വാപ്പ് സ്വാപ്പ്. Okay. അമലേട്ട ഇഷ്ടത്തോടെ ചെയ്യേനഞ്ചി. അമലേട്ട ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. ഹായ് മസാല ദോശ റോൾ. അതിലെത്തോ ഇതിലിനി എന്ത് ചെയ്യാനാ? എനിക്ക് എന്താണെന്ന് ഉണ്ടാക്കണല്ലേ? പിന്നെ എന്തെങ്കിലും കാക്കന്നെ. വൃത്തികെട്ടതാ. ഇത് മാവല്ലേ? ഉപ്പ് തേടെ പണിയൊന്നുമില്ലേ? എനിക്ക് പണിയൊന്നുമില്ല guys. ഇവിടെ പണിയൊന്നുമില്ല. ഇത് തിന്നോക്കാൻ പറ്റുമോ? എന്തെങ്കിലും നന്നാക്കാൻ കാക്ക തിന്നില്ലേ? വേണ്ടിയിരിക്കട്ടോ. ഞാനൊരു അബദ്ധത്തിൽ തിന്നു പോയതാ. എന്നിട്ട് കവ ഫുള്ള് തിന്നു. അബദ്ധം പറ്റിപ്പോയില്ലേ. ജോന് ദോശ ഉണ്ടാക്കാൻ പോകണം ഗൈസ്. വലിയ ദോശ അല്ലേ? ദോശ ഉണ്ടായി ശീലമുണ്ടല്ലോ അല്ലേ? റിയലി? ആ ആട്ടദോശ. എടാ ഭീകരാ. പോയടാ, പോയി. എടാ ഞാൻ ഉണ്ടാക്കിയ ദോശയിൽ എന്റെ റോൾ കഴിഞ്ഞ് അത് മസാല ദോശ അല്ലേ ചേടുന്ന. പോടാ ഗൈസ്. ഇത് ഒന്നുകൂടെ തിളച്ചു കഴിഞ്ഞാല് ഏകദേശം എല്ലാം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നണേ. ആ ഇത് കഴിഞ്ഞ് ഇത് കഴിയാനാവരും പ്ലേറ്റ് ചെയ്യാനുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഒരു സ്വാപ്പ് കൂടെ വിളിക്കുവോ? എനിക്ക് മസാല ദോശ ഉണ്ടാക്കാനാ. ഞങ്ങള് വിളിക്കും. സെറ്റ്. ഒരു സ്വാപ്പ് കൂടി വിളിക്കണേ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ഇന്ന ഡിഷ് ചെയ്ത ആൾക്ക് തന്നെ ലാസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാനുള്ളൊരു നേരത്തെ എന്താ ചെയ്തേ? നേരത്തെ ഇതുകൊണ്ട് കാണല്ലേ? അയ്യാ. ഇത് എനിക്ക് നല്ല എന്താ പറയാ തേങ്ങ അരച്ച തക്കാളി കറിയില്ലേ, എനിക്ക് അതിന് മണം തോന്നി. അല്ല ഇത് നല്ല തേങ്ങ അരച്ച മറ്റേ തക്കാളി കറിന്റെ ഒരു ഫീല്. ഇതാടത്. തായ്ലൻഡ് അതല്ല സ്മെൽ. സല്ലു മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആനദോശയാ ഗൈസ്. ഭയങ്കര വെയിറ്റ് ഉണ്ട് ഈ ദോശക്ക്. അതുകൊണ്ട് മടങ്ങിക്കില്ലേ? അങ്ങനെ മസാല ദോശ റെഡി ഇരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഒരു റൗണ്ട് കൂടെ ദോശ ഇടാനുള്ള ചാൻസ് തരും. വേണോ? ആ ഒന്ന് കൊടുക്കാം. പാവല്ല തുടങ്ങിയതല്ലേ. ഓക്കേ ഞാൻ അങ്ങോട്ട് എന്റെ കറി. എല്ലാരും അവരോട് ഇനി സ്വാപ്പുകളില്ല. ഇനി ഡിഷ് പ്രസന്റ് ചെയ്യല്ലേ? അന്റെ ഓൾറെഡി ഇതാക്കി വെച്ചതാ. അല്ല ഇതിന്റെ ഫ്ലേവർ ഒക്കെ ഒന്ന് മാറട്ടെ. ആ കറിന്റെ ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടിട്ട് കാക്ക മല്ലിയില ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് എങ്ങനെയാ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അതാണ് പ്രശ്നം. അതില് മെയിൻ ചെയ്ത ഇയ്യാ. അതെങ്ങനെ മിക്സ് എങ്ങനെ അതിനോടുള്ള ഇത്ര ഓ ഡിഷ്? ഇവിടെ നല്ല പ്രൊഫഷണൽ ആയി ദോശ ആക്കുക, അതാണ്. അതിന് വേണ്ടിട്ടാണ് കാത്തിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെട്ടോ അതെങ്ങനെ ഞാൻ ഉണ്ടാക്കില്ലേ? നമ്മളായിട്ട് മാരെ കുക്ക. വെള്ളം ഒഴിച്ചിട്ടുണ്ട് നീ? ട്രൈ ചെയ്തു. എടാ ഇത് ഈ വെള്ളം ഒഴിച്ചില്ല. ഒന്നും ചെയ്തില്ല മോനെ. സാധനം പൊട്ടിച്ചൊഴിച്ച് എന്നോട് എന്താ പറഞ്ഞാന്നറിയാം നേരത്തെ, ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. നല്ല കറി ഞാൻ ഉദ്ദേശിച്ച വെള്ളം ചോദിച്ചാൽ കുടിച്ചതല്ലോ. അതാ ഉദ്ദേശിച്ചത്. കുറച്ച് വെള്ളം ചോദിച്ചാ ഈ ക്രീം വെച്ചിട്ട് ആക്കിയത് അതിങ്ങനെ. എടാ ക്രീമിന്റെ ടേസ്റ്റിന്റെ മണം കണ്ടില്ലേ ഈ ഇവിടെ അടിക്കുന്നത്? പിന്നെ ആക്ച്വലി നെയ്യായിരുന്നു വേണ്ടതല്ലേ? അതെ. സ്മെല്ലൊക്കെ ഇങ്ങനെ ദോശ ക്രിസ്പി ആയിട്ടാണോ? അയ്യോ അടി പിടിച്ചു. കിട്ടുന്നില്ല. കണ്ടു വെച്ചതാ അവന്റെ. അല്ലല്ല പോടാ എന്നെ ഞാൻ കണ്ടുവെച്ചോ. അളിയാ ഈ ദോശ എങ്ങനെ അയ്യോ 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 അയ്യോ. ആ ദോശനെ കോണം നോക്കി. ഇപ്പൊ ready ആയി guys. ഇപ്പൊ സാരമില്ല. വേണം ഒന്നുകൂടെ ഉണ്ടാക്കിക്കോ. ഇനി വേണ്ട. ഒരു ദോശ കൂടെ തരണേ ഇതിനോട് കോമ്പി ആക്കി കഴിക്കാൻ. വെറും ദോശയാ? അത് കാക്കണ്ടാക്കി വെച്ച തട്ടുദോശ ഉണ്ട് ഇവിടെ. വേണ്ട നല്ലുണ്ടാക്കിയ തട്ടുദോശ അവിടെ ഉണ്ട്. വേണ്ട, അവനത് കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഉണ്ടാക്കി തരാം. റെഡിയാക്കി പ്ലേറ്റ് ചെയ്യായിട്ടില്ല. അല്ല ഇത് കുറച്ചുകൂടെ വേവാണ്ട്. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത് ഒന്ന് ബ്ലെൻഡ് ആവട്ടെ. ഓക്കെ എന്റെ കഴിഞ്ഞു. കഴിഞ്ഞോ? അത് വെന്താ? അങ്ങനെ ചോദിക്കരുത്. കഴിഞ്ഞവരെ പ്ലേറ്റ് ചെയ്യാം. കഴിഞ്ഞ ടൈമിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് പ്ലേറ്റ് ചെയ്യാം. ഒരു പാത്രം തരുമോ? ഇത് ഓൾറെഡി പ്ലേറ്റഡ് ആണ്. അതാ പാത്രം കഴുകി. കഴുകിയെടുക്കണം. അങ്ങനെ guys, ഏകദേശം എല്ലാവരുടെ കഴിഞ്ഞിരിക്കുകയാണ്. കാക്ക അത് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഓൾറെഡി പ്ലേറ്റ് ചെയ്തതാണ്. ഇനി അമലേട്ട സെറ്റ് ആക്കാം. അല്ല ഓണാ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ തീർത്തു. യെസ്. പക്ഷെ തീർന്നു എന്ന് പറയാനായിട്ടില്ല.
കഴിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ട് ആ, ഇനി ഇവർക്ക് കിട്ടിയ ഇല്ല ഷാമി, ഇനി ഇവർക്ക് കിട്ടിയ ഡിഷസ് എന്തൊക്കെയാന്ന് ഒരു പറഞ്ഞോട്ടെ സാഗർ. എനിക്ക് കിട്ടിയത് മിക്സ് വെജിറ്റബിൾ കറിയാണ്. അതിന്റെ അത് മനസ്സിലായിരുന്നു. എന്റെ ദൈവമേ, അതാണ് അതിന്റെ റെസിപ്പി ഞാൻ വായിച്ചുതരാം. സത്യം പറയാണെന്നുണ്ടെങ്കിൽ അതാണെന്നുള്ളത് എനിക്ക് ലാസ്റ്റ് മനസ്സിലായി. ഞാൻ മസാല കറിയാന്ന് വിചാരിച്ചേ. നോക്ക്, കുറച്ച് വെജീസ് സോൾട്ട് വെച്ച് കുറച്ച് വെജീസ് ബോയിൽ ചെയ്യുക. അതായത് ക്യാരറ്റ്, പൊട്ടാറ്റോ, കോളിഫ്ലവർ. അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഓണിയൻ അരിയ, ജിഞ്ചർ അരിഞ്ഞിട്ട് ടോസ്റ്റ് ചെയ്യുക. അതിനിടയിലേക്ക് ജിഞ്ചർ, ഗാർലിക്, കറി ലീഫ്, ഗ്രീൻ ചില്ലി എല്ലാം ഇട്ടിട്ട് സോട്ട് ചെയ്യാൻ നല്ല. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് പൗഡർ പൊടികളൊക്കെ ഇടുക. ചില്ലി പൗഡർ, ടർമറിക്, കൊറിയാൻഡർ. എന്നിട്ട് കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് ടൊമാറ്റോ പ്യൂരി ഒഴിക്കുക. ടൊമാറ്റോ അടിച്ചിട്ട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച വെജീസ് ഉണ്ടല്ലോ അത് എടുത്തിടുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കുക. ഇതിന് പകരം ഇപ്പൊ എന്താ ഇവിടെ ഓ സംഭവം എല്ലാം പക്ഷേ എല്ലാം കൂടി ചെയ്ത് ചെറിയൊരു ടേസ്റ്റിന് കാഴ്ചക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഫ്രഷ് ക്രീമും കാഷ്യൂ ജുനു അടിച്ചു വെച്ചതുകൊണ്ടാണ് അതെ അതെ ഈ ഒരു ലെവലിൽ അത് അതെ, ഇത് പക്ഷെ അത് ഫ്രഷ് ക്രീം എന്തോ ഒരു വെജിറ്റബിൾ കറിയായി കറി. വന്നിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു മിക്സ് കറിയായി. അതാ ഞാൻ തൊടാത്തത്. ഇത് ഫ്രഷ് ക്രീം വെജിറ്റബിൾ കറിയാണ്. ഇത് ഫസ്റ്റ് ജുനുവിനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അത് എനിക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യണം. കാനയില് മെയിൻ പങ്ക് വഹിച്ച ജുനുവാണ്. ഓക്കെ, ഇനി അടുത്ത ജുനുവിന്റെ ഫുഡ് എന്തായിരുന്നു? എന്റെ ഫുഡ് പൊക്കോടായിരുന്നു. അതന്നെ ഉണ്ടാക്കിയത്. അതിനാണ് അത് പിന്നെ റെസിപ്പി പറയേണ്ട ആവശ്യമില്ല ഗൈസ്. അത് മൊത്തത്തിൽ ഉണ്ടാക്കി വന്നപ്പോ പൊക്കോട തന്നെ ആയിട്ടുണ്ട്. അതെ അതെ. ഇനി അമലേട്ടൻ്റെത് മസാല ദോശ. എന്റേത് മസാല ദോശയായിരുന്നു. അതെ മസാല അത് എന്തൊക്കെയോ ആയിട്ട് മാറിയിട്ടുണ്ട്. മസാല ദോശയിൽ ഏറ്റവും ഇതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മിക്സിയിൽ അടിച്ചിട്ട് അതിൽ മിക്സ് ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കാഷ്യൂ അതിന്റെ കൂടി ഉണ്ട്. കാര്യം മിക്സിന്റെ ജാറും കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ അതും കൂടെ കൂടിയിട്ടാണ് അതുകൊണ്ട് എളുപ്പമായില്ലേ? അതെ വളരെ എളുപ്പമായി. നല്ലൊരു ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഉണ്ടാവുക. ഇത് ശരിക്കും എങ്ങനെയാ പൊടക്കുക? അത് മാഷ് ചെയ്യാ. അങ്ങനെ ചെയ്യാലോ? ഞാൻ മാഷ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കാനായിട്ടല്ലേ? അത് ശരിക്കും വെന്തില്ലടാ, ശരിക്കും വെന്തില്ലടാ. ഞാൻ ഗാർണിഷ് ചെയ്യാണ് ഗൈസ്. ഗൈസ് ഇതാണ് എന്റെ മിക്സ്ഡ് വെജിറ്റബിൾ കറി. കണ്ടില്ലേ? കണ്ടില്ലേ ഗൈസ്? ഇതാണ് എന്റെ പൊക്കോട. എല്ലാവരുടെയും ഇത് പറയാം എല്ലാരും. ഞങ്ങളത് ഇതാണ് ഞങ്ങളുടെ മസാല ദോശ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഞങ്ങളല്ല, നിങ്ങളാണ് ടേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളാണ് ടേസ്റ്റ് ചെയ്യേണ്ടത്. ഞങ്ങളല്ല, ഇവരെ ഫസ്റ്റ് ടേസ്റ്റ് അല്ല അല്ല അതല്ല, അത് ശരിയല്ല, അത് ശരിയല്ല, അത് ശരിയല്ല. ടേസ്റ്റ് ഇട്ടില്ല. ഫസ്റ്റ് കറി എന്നാ മാത്തും. അല്ല ഫസ്റ്റ് മസാല ദോശ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. ഓക്കെ ഫസ്റ്റ് പഠിച്ചിക്കാതെ വരൂ. മടിയൊന്നുമില്ല, ഒരു പേടി. ബിഗ് മൗത്ത് എടുക്കൂ. എന്താ ഒരു ശരിക്കും മസാല ദോശ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇതോടെ തീർന്നോളൂ. അത് കഴിച്ചിട്ട് പറയണ ഉരുളക്കിഴങ്ങ് അങ്ങനെ ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ? അതാണ് ആകെ അവരായിട്ടൊരു പേടിയുള്ളത്. ആ ഉരുളക്കിഴങ്ങ് കിട്ടുന്നില്ല. കിട്ടിയത് ഇവിടെ നിടുക്ക്. നടുവില് 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 കഴിക്കി. കഴിക്കണല്ലേ? ഓ ഞാൻ വിചാരിച്ചു നല്ലതല്ലാന്ന്. പൊള്ളിട്ടല്ലേ? എന്താ എന്ത് കുഴപ്പമില്ല. ഞാനും നോക്കാം. ഞാനും നോക്കട്ടെ. പറഞ്ഞ കൊടുക്ക്, കൊടുക്ക്. എന്നോട് ഞാൻ പറഞ്ഞ ഉപ്പ് കൂടുതലാണ്. നീ പിന്നെയും അവിടുന്ന് ഇടെന്ന് പറഞ്ഞിട്ട് പക്ഷെ അവരെല്ലാരും കൂടി ഉണ്ടാക്കുന്നതല്ലേ, രസമുണ്ട്. ഉരുളക്കിഴങ്ങ് കുറച്ചൊരു പശപോലെ ഒന്നുണ്ടെന്നല്ലാതെ കടിക്കാൻ കിട്ടുന്നുണ്ട്. അല്ല രസമുണ്ട്, വെറൈറ്റി. അരച്ച ഭാഗം മാത്രം പശയും അല്ലാത്തത് കടിച്ചിട്ട് അല്ല ഉപ്പുണ്ടെങ്കിലും കുറച്ച് ഉപ്പുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. ഇഷ്ടായി. നല്ല രസമുണ്ട്. നല്ല രസമുള്ളൊരു. അപ്പൊ ഞങ്ങൾ ഇനി മുതൽ മസാല ദോശ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്ത് അരച്ചിട്ട് മതി. ചെയ്തു കൊടുക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും ആ, ചെയ്യരുത്. അല്ല, try ചെയ്ത് നോക്ക് guys. ടേസ്റ്റ് ഉണ്ടാ. ഉപ്പുണ്ട് നല്ലോണം. ഉപ്പ് കുറഞ്ഞിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായേനെ. ഓക്കെ, അടിപൊളി. പിന്നെ കുഴപ്പമില്ല, ജീവിച്ചു പൊക്കോളൂ. ഇനി ജുനുവിന്റെ അത് കഴിഞ്ഞ ചാലഞ്ച് നിർത്താം. ഇല്ല, ഇത് കഴിക്കാനുള്ള ശക്തി ഇല്ല. ഇനി അടുത്തത് നമുക്ക് ജുൻഖാന്റെ പൊക്കോട. ജുൻഖാന്റെ പൊക്കോട അല്ല, എല്ലാവരും ഉണ്ടാക്കിയ പൊക്കോട. ചട്ടേറാച്ചാൽ പൊക്കോട നല്ല ടേസ്റ്റ് ഉണ്ട്. ആണ് ആണ്. ഇത് കൊള്ളാം guys. ആ ഇഞ്ചിയുടെ ഫ്ലേവർ ഒക്കെ അല്ലേ? എനിക്ക് കുറച്ച് കൂടുതൽ കണ്ടുണ്ട്. അത് കൊള്ളാം. അത് പക്ക. നീ കറി പിടിക്കാം. അങ്ങനെ guys, ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ജാമിക്ക് ദോശ കൂട്ടിയെ തിന്നോളാം. ദോശ കൂട്ടി തിന്നോളാം. എനിക്ക് താലിൻ കറി ഓർമ്മ വരും പ്ലീസ്. വെല്ല ഊതിട്ട് തന്നാ മതി. എനിക്കിപ്പോ ഒന്നും വേണമെന്നില്ല, കുറച്ച് കഴിഞ്ഞു കാക്ക ഇതിലേക്ക് കുറച്ച് കറി വെക്കി. കഴിച്ചൂടെ അങ്ങോട്ട്.
നല്ലതാ കറിക്ക് ആ. ആ ഒരു ക്രീമി ഫ്ലേവർ ഉള്ള ഒരു കറി ടേസ്റ്റ് ഒക്കെ ഉണ്ട് guys. നോക്കട്ടെ. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. കുറച്ചും കൂടി എല്ലാം കുക്കാവായിരുന്നു, ആ മതി. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. സല്ലു കുറച്ച് നല്ലോണം കറി ഒഴിക്കും. നല്ലോണം വയ്ക്കാം. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ആ തായ്ലൻഡ് കറിന്റെ ടേസ്റ്റ് ഇല്ലല്ല. അമൽ ഉണ്ടാക്കിയ ദോശയും സല്ലു ഉണ്ടാക്കിയ കറിയും കൂടെ നമുക്ക് അമലിനെ ഒന്ന് കൊടുത്തു നോക്കാം. കൊള്ളാലോ. കൊള്ളാം. ഇത് ഞാൻ പറയട്ടെ, ഒരു ക്രീമി ടേസ്റ്റ് ഉള്ള കറി. ഇത് വെജീസ് ഒക്കെ വേവാണ്ട്. ഈ കറി എന്ന് പറയുന്നത് ആക്ച്വലി പ്രാക്ടിക്കലി വർക്ക് ആവുന്ന ഒരു കറിയാണ്. ഇങ്ങനെ ഈ കറി ഉണ്ടാക്കാം, പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ഉണ്ടാക്കുന്ന ആ രീതി ഒന്നും കൂടി ഒന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ് guys. പക്ഷെ എന്താ വെച്ചാല് മസാലക്കറി മിക്സഡ് കറി ഇതുവരെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ സംഭവം എന്നുള്ളത് ചിക്കനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതെ, സല്ലൂര് കിട്ടിയ ഡിഷാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി വന്നത്. അതല്ലാത്തതൊക്കെ ഒരുവിധം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതും കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതുമായിട്ടുള്ള സാധനപരമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഇവര് 3 പേരും കൂടെ എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്ത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു മെയിൻ കാര്യം. ഈ 3 സാധനങ്ങളും ടേസ്റ്റ് ഉണ്ടോന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ. പക്ഷെ കുറച്ച് അവിടെ ഇവിടെ കൂടുതൽ കുറയില്ല, അങ്ങനെ ഉണ്ട്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതെ, ഇവരുടെ ഒന്നൊരുമേനെ ഞങ്ങൾ പ്രശംസിക്കുന്നു. അത്രേ ഉള്ളൂ. അളിയാ വിജയകരമായി ഞങ്ങൾ കൊടുത്ത ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാന്ന് ഏതായാലും കമന്റ് ബോക്സിൽ പറയാ ഗൈസ്. ഇതുപോലെ നമുക്ക് നല്ല രസമുള്ള ചാലഞ്ചുകൾ ബോയ്സിന് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയുമ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. This is our boys.